ഹലോ നമസ്കാരം കൂട്ടുകാരെ. BSF ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സുമേ നിങ്ങൾ ജോബ് ആഗ്രഹിക്കുന്നെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. BSFന്റെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ 2025 പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതായത് BSF ഹെഡ് കോൺസ്റ്റബിൾ കൂടാതെ SI ഉണ്ട്, സബ് ഇൻസ്പെക്ടർ ഉണ്ട്. ഇങ്ങനെ 2 വേക്കൻസിയാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പം ഓൾ ഓവർ ഇന്ത്യയിലുള്ള മെയിലിനും ഫീമെയിലിനും ഇതിനകത്ത് അപേക്ഷിക്കാം. ഏജ് ഒരു പ്രധാന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ ഏജ് എന്ന് പറയുന്നത് 18 തൊട്ട് 35 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ഇതിനകത്ത് അപേക്ഷിക്കാം. ഇപ്പൊ ആദ്യത്തെ ഒരു ചാൻസ് ആണെന്ന് തോന്നിയത് നോ ഫീസിന്റെ. ബാക്കി എല്ലാം ഫീസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് ഫീസോട് കൂടിയാ വരുന്നത്. പക്ഷെ ഇതിനകത്ത് ഫീസ് ഒന്നുമില്ല, ഒരു ഫീസും ഇല്ല. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓഫ്ലൈനാണ് അപ്ലൈ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്ന ആ ലിങ്ക് തന്നിട്ടുണ്ട്. ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, അത് ഫില്ലപ്പ് ചെയ്യുക. അതിന്റെ കൂട്ടത്തിൽ ആവശ്യമായ സപ്പോർട്ടിങ് നിങ്ങൾ ഫോട്ടോകോപ്പിയും അറ്റാച്ച് ചെയ്ത് നിങ്ങൾ ബൈ പോസ്റ്റ് അയക്കണം. ഇത് എവിടെ അയക്കേണ്ടത്, എങ്ങനെ അയക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് പറയുന്നുണ്ട്. അതുകൂടാതെ വീഡിയോയിൽ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളോട് പറയും. എത്ര വയസ്സ് ഞാൻ ഇവിടെ പറഞ്ഞ് എങ്കിലും ഇത് ഷെഡ്യൂൾ കാസ്റ്റിനും അല്ലാത്തവർക്കും അതിന്റെ ഇളവുണ്ടോ? അതുകൂടാതെ ഫീസ് ഇല്ല, നോ ഫീസാണ്. ഫീസ് ഇല്ല ഇതിന് അപേക്ഷിക്കുന്നതിന്. ആൾ ഇന്ത്യയിലെ മെയിലും ഫീമെയിലും ഇതിനകത്ത് അപേക്ഷിക്കാം. ഇനി ഒരു പ്രധാന കാര്യം, ഇതിന്റെ 12th പാസ് ആയവർക്കാണ് ഇത് അപേക്ഷിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ എനിക്ക് നിങ്ങളോട് ഒരു റിക്വസ്റ്റ് ഉള്ളത്, ഞാൻ പറയാൻ മറന്നുപോയി. ഒരു റിക്വസ്റ്റ് ഉള്ളത്, നിങ്ങൾ ഈ ചാനൽ ആദ്യമാണെങ്കിൽ, നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായി കാണുന്നെങ്കിൽ നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഇത് കണക്കുള്ള ഗവൺമെന്റ്, പ്രൈവറ്റ്, മറ്റുള്ള എല്ലാ ദിവസവും കുറഞ്ഞത് ഞാൻ ഒരു വീഡിയോ എങ്കിൽ വിടുന്നുണ്ട്. അതായത് ഓരോ ദിവസവും നിങ്ങളുടെ മുന്നിൽ പുതിയ പുതിയ വേക്കൻസികൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കൊണ്ടിരിക്കും. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലെങ്കിൽ ഇത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും ചെയ്യണം. ഈ 2 കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ സപ്പോർട്ട്. ഞാൻ വളരെ പ്രയാസപ്പെട്ടാണ് വീഡിയോ ഉണ്ടാക്കുന്നത്. കാര്യം പല നോട്ടിഫിക്കേഷൻ സെർച്ച് ചെയ്ത് അതിന്റെ കാര്യങ്ങളെല്ലാം 2-3 വട്ടം ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഞാൻ ഫോർവേഡ് ചെയ്യുന്നത്. അതും കഴിവതും ഞാൻ നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേക്ക് അതിനകത്ത് അപ്ലൈ ചെയ്യുവാനുള്ള ലിങ്ക് ഉണ്ടോ, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ലിങ്ക് ഉണ്ടോ? കാര്യം നിങ്ങൾക്കതൊരു പ്രശ്നമാകല് എന്ന് വിചാരിച്ച് തന്നെ ഞാൻ ഇതിടുന്നത്. അപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും പ്രയാസപ്പെട്ട് വീഡിയോ ഉണ്ടാക്കിയിടുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് ഒരു സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. BSF റിക്രൂട്ട്മെന്റ് 2025 അപ്ലൈ ഫോർ ഹെഡ് കോൺസ്റ്റബിൾ ആൻഡ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പോസ്റ്റ്. BSF റിക്രൂട്ട്മെന്റ് 2025 വേക്കൻസി. BSF ന്യൂ റിക്രൂട്ട്മെന്റ് 2025. ഓർഗനൈസേഷൻ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് BSF. പോസ്റ്റ് നെയിം ഹെഡ് കോൺസ്റ്റബിൾ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ. ടോട്ടൽ പോസ്റ്റ് വേരിയസ് പോസ്റ്റ് ഉണ്ട്. ഇവിടെ അത് പ്രത്യേകം പറയുന്നില്ല എത്ര പോസ്റ്റ് ഉണ്ടെന്ന്. അപ്ലൈ മോഡ് ഓഫ്ലൈനിലൂടെയാണ്. ഹൂ ക്യാൻ അപ്ലൈ? ആർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാം? ആൾ ഇന്ത്യ മെയിൽ ആൻഡ് ഫീമെയിലിന് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി BSF റിക്രൂട്ട്മെന്റ് 2025 സാലറി 25,500 തൊട്ട് 92,300 പെർ മന്ത്. BSF ന്യൂ റിക്രൂട്ട്മെന്റ് 2025 ഏജ് ലിമിറ്റ് മിനിമം ഏജ് 18 വയസ്സാണ്, മാക്സിമം ഏജ് 35 വയസ്സാണ്. നിങ്ങൾക്ക് സംശയമുള്ള കാര്യങ്ങൾ ഞാൻ 2 കാര്യങ്ങൾ ഇവിടെ തരുന്നുണ്ട്. ഒന്ന്, ഇത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുവാനുള്ള ലിങ്ക്. അതുകൂടാതെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലിങ്ക്. നിങ്ങൾ നോട്ടിഫിക്കേഷനിൽ നോക്കി ഒന്നുകൂടി നല്ലവണ്ണം പഠിച്ചിട്ടേ അപ്ലൈ ചെയ്യാവുള്ളൂ. സെലക്ഷൻ പ്രോസസ്, റിട്ടേൺ എക്സാം ഉണ്ട്, ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ട്. Education qualification. Candidates should have passed 12th class from recognized board or university or institute. 12th class പാസ്സായവർക്ക് ഇത് അപേക്ഷിക്കാൻ പറ്റും. 10th ക്ലാസ്സുകാർക്ക് എലിജിബിൾ അല്ല. 12th പാസ്സായവർക്ക് ഇത് അപേക്ഷിക്കാൻ പറ്റും. ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ്സ് എന്തൊക്കെ വേണമെന്നാണ് പറയുന്നത്. പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, ആധാർ കാർഡ്, എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഏജ് പ്രൂഫ്. ഏജ് പ്രൂഫ് വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ 10ലെ അതായത് SSLCയുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഏജ് പ്രൂഫിന് വേണ്ടി കാണിക്കാവുന്നതാണ്.
ഏജ് പ്രൂഫ് പിന്നെ അത് പ്രത്യേകം ഉണ്ടാക്കാൻ നടക്കേണ്ട കാര്യമില്ല. ഇമ്പോർട്ടന്റ് ഡേറ്റ് ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഫോർ അപ്ലൈ ഓഫ് ലൈൻ ആൾറെഡി സ്റ്റാർട്ടഡ്, സ്റ്റാർട്ട് ചെയ്യാൻ ആൾറെഡി സ്റ്റാർട്ടഡ് ആണ്. ലാസ്റ്റ് ഡേറ്റ് ഫോർ അപ്ലൈ ഓഫ് ലൈൻ 21 ജാനുവരി. 21 ജാനുവരിക്ക് അധികം ദിവസമില്ല, പക്ഷേ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും. അപ്പം അതിന്റെ ലിങ്ക് ഞാൻ തന്നിട്ടുണ്ട്. അപ്പൊ ആ ലിങ്കിലൂടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ചെയ്യുക. അപ്പം ഞാൻ ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുണ്ട് വീഡിയോയുടെ താഴെ. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഈ സർക്കുലറിലാണ് നിങ്ങൾ വരുന്നത്. ഇവരുടെ BSFന്റെ സർക്കുലറാണ്. ഇവിടുന്ന് നിങ്ങൾ താഴോട്ട് പോവുക. താഴോട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് അത്യാവശ്യമുള്ള ഏജിന്റെ കാര്യം, ഫീസിന്റെ കാര്യം, പിന്നെ ഇതിന്റെ ക്വാളിഫിക്കേഷന്റെ കാര്യം, സർവീസ് എലിജിബിലിറ്റി എങ്ങനെയാണ്, അതുകൂടാതെ നിങ്ങളുടെ ഫിസിക്കൽ ടെസ്റ്റ് എങ്ങനെയായിരിക്കും എന്നുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഇവിടുന്ന് മനസ്സിലാക്കിയോടെ. ഞാൻ അപ്പുറേ പറഞ്ഞ വീഡിയോ ഒരുപാട് നീളും, അതുകൊണ്ടാണ് ഞാൻ അത് അവിടെ പറയാത്തത്. ഇവിടെ പറയുന്നുണ്ട് ലാംഗ്വേജ് ഇത് സ്റ്റേജ് റിട്ടേൺ എക്സാമിനേഷൻ എങ്ങനെയാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. അപ്പം ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇംഗ്ലീഷിലും ഉണ്ട്, ഹിന്ദിയിലും ഉണ്ട്, ലാംഗ്വേജ് ഓപ്ഷനിലുണ്ട്. അപ്പം ഇവിടെ അത് പറയുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾ നോക്കണം. ഇവിടുന്ന് താഴോട്ട് വരിക. താഴോട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് താഴെ ചെല്ലണം. ഏറ്റവും താഴെ ചെല്ലുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ ആപ്ലിക്കേഷൻ കാണാൻ പറ്റും. അപ്പം ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് ആപ്ലിക്കേഷന്റെ മാത്രം പ്രിന്റ് ഔട്ട് എടുക്കുക. ബാക്കി നിങ്ങൾ മൊബൈലിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മൊത്തത്തിന്റെ ഇത് എടുക്കേണ്ട കാര്യമില്ല. ഇവിടെ ആപ്ലിക്കേഷൻ തുടങ്ങി. ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ASI